Question 2. A fraction becomes 1 by 3 when 1 is subtracted from the numerator, and it becomes 1 by 4 when 8 is added to its denominator. Find the fraction. എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ let the fraction be x by y. അതിൽ x ആണ് ന്യൂമറേറ്റർ, y ആണ് ഡിനോമിനേറ്റർ. ഇനി പറഞ്ഞ കണ്ടീഷനിലോട്ട് നോക്കുക. when a fraction becomes 1 by 3, അതായത് ഒരു ഫ്രാക്ഷൻ 1 by 3 ആയെന്ന് പറഞ്ഞാൽ ഈക്വൽ ടു അപ്പുറത്ത് 1 by 3 ഇട്ട് കൊടുക്കുക. when 1 is subtracted from the numerator, നമ്മൾ എടുത്തിട്ടുള്ള ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ x ആണ്. അതായത് ന്യൂമറേറ്ററിൽ നിന്ന് 1 കുറച്ചപ്പോൾ ഒരു ഫ്രാക്ഷൻ 1 by 3 ആയി. ഡിനോമിനേറ്ററിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഡിനോമിനേറ്ററിനെ ചേഞ്ച് ഒന്നും വരുത്താതെ y എന്ന് തന്നെ ഇടുക. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് കണ്ടീഷനിൽ പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഇറ്റ് ബിക്കംസ് 1 by 4. അതുപോലെ ആ ഫ്രാക്ഷൻ 1 by 3ക്ക് പകരം 1 by 4 ആയത് when 8 is added to its denominator. അതായത് ഡിനോമിനേറ്ററിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ. ഡിനോമിനേറ്റർ വൈയുടെ കൂടെ 8 ആഡ് ചെയ്തപ്പോഴാണ് ഒരു ഫ്രാക്ഷൻ 1 by 4 ആയത്. ന്യൂമറേറ്ററിനെ കുറിച്ച് പ്രത്യേക ചേഞ്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കേസിൽ ന്യൂമറേറ്റർ എക്സ് എന്ന് തന്നെ ഇടുക. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ രണ്ട് ഫ്രാക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോ കണ്ടീഷനിൽ നിന്ന് നമുക്ക് ഓരോ ഇക്വേഷൻസിനെ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്യാനായിട്ട് ഇതെടുക്കുക. ഇതിനെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ 3 ഇൻറ്റു എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y ഇൻറ്റു 1, അതായത് y. അതായത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 3 ഇൻറ്റു എക്സ് 3x മൈനസ് 3 ഇൻറ്റു 1 3 ഇസ് ഈക്വൽ ടു y. ഇനി എക്സും വൈ ഒക്കെ ഒരു സ്ഥലത്തോട്ടാക്കാൻ വേണ്ടി 3xൻ്റെ അടുത്തോട്ട് ഈ വൈനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ -y, ബാക്കി -3 അതുപോലെ തന്നെ ഇസ് ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 1 കിട്ടി. അതുപോലെ ഇനി ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് ഫ്രാക്ഷൻ മാറ്റാൻ 4 ഇൻറ്റു എക്സ് 4x ഇസ് ഈക്വൽ ടു, അതുപോലെ y പ്ലസ് 8 ഇൻറ്റു 1 y പ്ലസ് 8 തന്നെ. ഇനി നമുക്ക് എക്സിൻ്റെ ഈ ഒരു സൈഡിലോട്ടല്ല അതിനെ കൊണ്ടുവരാം. അപ്പോൾ 4x, y ഇങ്ങോട്ട് വരുമ്പോൾ -y, 8 ഇങ്ങോട്ട് വരുമ്പോൾ -8 ഇസ് ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമുക്കിവിടെ 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ഇക്വേഷൻസ് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പോവാണ്. കിട്ടിയ 2 ഇക്വേഷൻസ് ഞാൻ എടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടി വേരിയബിൾസ് എഴുതുക. എക്സ് എഴുതുക, വൈ എഴുതുക. അതുപോലെ ഇവിടെ നോക്കിയേ, കോൺസ്റ്റൻറ്റ് ടേം റൈറ്റ് സൈഡിൽ, കോൺസ്റ്റൻറ്റ് ടേമിന് എല്ലാത്തിനും ഇങ്ങോട്ട് കൊണ്ടുവന്ന് റൈറ്റ് സൈഡിൽ 0 ആണ്. ഇവിടെയും അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് ടേമായി 8 ഇങ്ങോട്ട് വന്നു, റൈറ്റ് സൈഡിൽ 0 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കേസിൽ ഞാൻ പറഞ്ഞു റൈറ്റ് സൈഡിൽ 0 ആണെങ്കിൽ വൈക്ക് -1 ആണ് ഇടേണ്ടത്. -1 അല്ല, +1 ആണ് ഇടേണ്ടത്. ഇനി കോഎഫിഷ്യൻസ് ആയിട്ട് B1 B2, ഇനി ഇവിടെ അടുത്ത് C1 C2, A1 A2 B1 B2. ഇനി നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ B1 എന്ന് പറഞ്ഞാൽ വൈയുടെ കോഎഫിഷ്യൻ്റ് ആയ -1 വരും. അതുപോലെ B2ഉം -1 വരും. ഇവിടെയും y -1y ആണ്, അപ്പോൾ -1 വന്നു. C1ഉം C2 നോക്കുക. C1 ഇവിടെ -3 ആണ്. അതുപോലെ C2 -8, A1ൽ x, A2 4, അതുപോലെ ഇവിടെ -1, ഇവിടെയും -1. അടുത്ത സ്റ്റെപ്പിൽ എക്സ് ഡിവൈഡഡ് ബൈ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് 1 ഇൻറ്റു 8 മൈനസ് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് 3 ഇൻറ്റു 1 3 is equal to y divided by -3 into +4 -12 minus negative into positive -3 8s are 24 is equal to 1 divided by 3 into -1 -3 minus 4 into -1 -4. ഇത് സോൾവ് ഔട്ട് ചെയ്യുമ്പോൾ എക്സ് ബൈ ചെറിയൊരു ചേഞ്ച് ഇവിടെ വന്നത്, ഇവിടെ ഞാനിവിടെ ഒരു നെഗറ്റീവ് ഇടാൻ മറന്നുപോയി. അതായത് -12 മൈനസ് -8 ഇൻറ്റു -3 -24 ആണ്. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഇടാൻ ഞാൻ മറന്നുപോയി.
അപ്പോൾ അത് ഞാനിപ്പോൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. സോൾവ് ചെയ്യുമ്പോൾ 8 - 3 5 is equal to y by മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും. അപ്പോൾ -12 + 24 എന്ന് പറഞ്ഞാൽ +12. അതുപോലെ 1 by മൈനസ് ഓഫ് -4 -3 + 4 എന്ന് പറഞ്ഞാൽ 1 by 1 തന്നെ. ഇനി ഇവിടുന്ന് വാല്യൂ കണ്ടുപിടിക്കാൻ x/5നും ഈ 1 ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് x is equal to 5 കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ y/12നും നമുക്ക് ഈ 1 ഇക്വേറ്റ് ചെയ്യാം. അതായത് y വാല്യൂവും നമുക്ക് 12 കിട്ടും. 1 × 12 അതായത് 12. അപ്പോൾ നമുക്ക് ഇവിടുന്ന് x വാല്യൂവും കിട്ടി, y വാല്യൂവും കിട്ടി. x വാല്യൂ 5, y വാല്യൂ 12. അതായത് x എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രാക്ഷൻ ആയിരുന്നു 5 ഡിവൈഡഡ് ബൈ y വാല്യൂ 12 ആണ്. അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ ആണ് കിട്ടിയത്. നമ്മുടെ ഫ്രാക്ഷൻ 5/12 ആണ് ഈ ഫ്രാക്ഷൻ. തേർഡ് സബ് ക്വസ്റ്റ്യൻ. യാഷ് സ്കോർഡ് 40 marks in a test, getting 3 marks for each right answer and losing 1 mark for each wrong answer. അതായത് യാഷിന് മൊത്തം ആ ടെസ്റ്റിൽ കിട്ടിയ മാർക്ക് 40 marks ആണ്. അതിൽ ഒരു ഉത്തരം ശരിയായാൽ അതിന് 3 മാർക്ക്. അതിൻ്റെ പാറ്റേൺ ഇങ്ങനെയായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ ശരിയായാൽ അതിന് 3 മാർക്ക് കിട്ടും. ഒരു ക്വസ്റ്റ്യൻ ഉത്തരം നമ്മൾ കൊടുക്കുന്നത് തെറ്റിപ്പോയാൽ ഓരോ മാർക്ക് വെച്ച് കുറച്ച് ലൂസ് ചെയ്ത് നമുക്ക് നഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു പാറ്റേണിൽ യാഷിന് കിട്ടിയ മാർക്കാണ് 40. ഇതുപോലെ വേറൊരു കേസ് പറഞ്ഞിട്ടുണ്ട്. ഹാഡ് 4 marks ബീൻ awarded ഫോർ ഈച്ച് കറക്റ്റ് ആൻസർ. ഇവിടെ ഓരോ കറക്റ്റ് ആൻസറിനും 2 മാർക്കാണ്. വേറൊരു കേസ് പറഞ്ഞിട്ടുള്ളത് റൈറ്റ് ആൻസറിന് 3 മാർക്കിന് പകരം ഹാഡ് 4 marks ബീൻ awarded ഫോർ ഈച്ച് കറക്റ്റ് ആൻസർ. 4 മാർക്കായിരുന്നു കിട്ടിയതെങ്കിൽ ഓരോ കറക്റ്റ് ആൻസറിനും 4 മാർക്കും. അതുപോലെ ആൻഡ് 2 marks ബീൻ ഡിഡക്റ്റഡ് ഫോർ ഈച്ച് ഇൻകറക്റ്റ് ആൻസർ. ഓരോ ആൻസറും തെറ്റിയാൽ അതിന് 2 മാർക്ക് വെച്ചുമാണ് കുറച്ചിരുന്നേച്ചതെങ്കിൽ ഈ കേസിൽ യാഷിന് 40 മാർക്ക് കിട്ടിയെങ്കിൽ ഇങ്ങനെയായിരുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എങ്കിൽ യാഷ് വുഡ് ഹാവ് സ്കോർഡ് 50 marks. അതായത് യാഷിന് 50 marks കിട്ടിയാനേ എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 2 കേസ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഹൗ മെനി ക്വസ്റ്റ്യൻസ് വേർ ദെയർ ഇൻ ദ ടെസ്റ്റ്. ആ ടെസ്റ്റിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, എത്ര ചോദ്യങ്ങളുടെ എണ്ണമാണ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളെപ്പോഴും പറയും എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിനാണ് നമ്മൾ വേരിയബിൾസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദാറ്റ് ടെസ്റ്റ്. ആ ടെസ്റ്റിലെ ചോദ്യങ്ങളുടെ എണ്ണം, അതിലൊരിക്കലും നമുക്ക് വേരിയബിൾ ഇട്ട് കൊടുത്താൽ ഒരു എണ്ണം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വാല്യൂ അല്ലേ ഉള്ളൂ. അതിന് എക്സ് കൊടുക്കുമോ വൈ കൊടുക്കുമോ, അതാണ് നമ്മുടെ കൺഫ്യൂഷൻ. അപ്പോൾ ഇതിനല്ല നമ്മൾ വേരിയബിൾ കൊടുക്കേണ്ടത്. പകരം ആക്ച്വലി നമുക്കറിയാമല്ലോ, ഇവിടെ 2 ക്ലൂ തന്നിട്ടുണ്ട്, റൈറ്റ് ആൻസറും റോങ് ആൻസറും. ഇതിൽ ഈ ഫസ്റ്റ് കേസ് നോക്കിയേ, 3 മാർക്ക് ഒരു ഉത്തരം ശരിയായാൽ 3 മാർക്ക്, ഒരു ഉത്തരം തെറ്റിപ്പോയാൽ 1 മാർക്ക് വെച്ചിട്ട് നമുക്ക് കുറയും. അതായത് അങ്ങനെ മൊത്തം നോക്കിയപ്പോൾ 40 മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ എത്ര 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് യാഷ് എഴുതി, അതുപോലെ എത്ര ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോയി, അതായത് എത്ര ചോദ്യങ്ങൾ ശരിയാക്കി എത്ര ചോദ്യങ്ങൾ തെറ്റിച്ചു, അങ്ങനെ നമുക്ക് 2 കേസ് കിട്ടും. അതുപോലെ നമുക്ക് ഇവിടെയും പറയാം. അപ്പോൾ നമ്മൾ വേരിയബിൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ലെറ്റ് ദ നമ്പർ ഓഫ് റൈറ്റ് ആൻസേഴ്സ്, ചോദ്യങ്ങളുടെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഞാൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ തെറ്റിയ ചോദ്യങ്ങളുടെ എണ്ണം പ്ലസ് ശരിയാക്കിയ ചോദ്യങ്ങളുടെ എണ്ണം, അതാണ് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദാറ്റ് ടെസ്റ്റ് അല്ലേ. അപ്പോൾ ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ലെറ്റ് ദ നമ്പർ ഓഫ് കറക്റ്റ് ആൻസേഴ്സ്, എത്ര ആൻസേഴ്സ് ശരിയാക്കി, എത്ര എണ്ണം ശരിയാക്കി എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല, അത് എക്സ് എന്നെടുത്തു. അതുപോലെ ലെറ്റ് ദ നമ്പർ ഓഫ് റോങ് ആൻസേഴ്സ്, അതിനെ വൈ എന്നെടുത്തു. അത് എത്രയൊക്കെയാണ് എന്നൊന്നും നമുക്കറിയില്ല. ഇനി നമ്മൾ ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ എക്സും ഈ വൈയും കൂടെ കൂട്ടുന്നതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. മൊത്തം നമ്മുടെ
ആ ടെസ്റ്റിൽ എത്ര ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ ആദ്യം എക്സും കണ്ടുപിടിക്കണം, വൈയും കണ്ടുപിടിക്കണം, എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യണം. അപ്പം നമുക്ക് ഇതാണ് ചെയ്യേണ്ടത്. അതിൽ ഈ എക്സിൻ്റെ വാല്യൂ എന്ത്, വൈൻ്റെ വാല്യൂ എന്ത് എന്നാണ് ഇനി നമ്മൾ അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് കണ്ടീഷനിൽ പറഞ്ഞത് യാഷിന് 40 മാർക്ക് സ്കോർ ചെയ്തു. അപ്പോൾ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ എന്തായാലും ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് 40 ആയിരിക്കും. ഇനി ഇവിടെ എന്തെന്നാണ്, അതായത് ശരിയുത്തരവും തെറ്റുത്തരവും എല്ലാം കൂടി കൂട്ടി മൊത്തം 40 മാർക്ക് കിട്ടി. ഇനി എത്ര ശരിയുത്തരം എത്ര തെറ്റുത്തരം? ശരിയാക്കിയ ചോദ്യങ്ങളുടെ എണ്ണം, യാഷ് ശരിയാക്കിയ ചോദ്യങ്ങളുടെ എണ്ണമാണ് എക്സ്, തെറ്റിച്ച ചോദ്യങ്ങളുടെ എണ്ണമാണ് വൈ. ഇനി ഒരു ശരി ഉത്തരത്തിന് 3 മാർക്ക്, ശരിയായ ചോദ്യങ്ങളുടെ എണ്ണം എക്സ്. അപ്പോൾ മൊത്തം എത്ര ചോദ്യങ്ങൾ, മൊത്തം എത്ര മാർക്ക്? ഒരു ചോദ്യത്തിന് ഒരു ചോദ്യം ശരിയാക്കിയാൽ അതിന് 3 മാർക്ക്. മൊത്തം ശരിയാക്കിയ ചോദ്യങ്ങളുടെ എണ്ണം എക്സ്. അപ്പോൾ മൊത്തം മാർക്ക് 3x. അപ്പോൾ 3x മാർക്കാണ് യാഷ് സ്കോർ ചെയ്തത്. ഇപ്പോൾ യാഷ് ആകെ ഒരു ചോദ്യമേ ശരിയാക്കിയുള്ളെങ്കിൽ 3 മാർക്കാണ് യാഷിന് കിട്ടുന്നത്. 3 × 1. യാഷ് 2 ക്വസ്റ്റ്യൻസ് ശരിയാക്കിയെങ്കിൽ 3 × 2 6 പോയിൻ്റ് കിട്ടി. യാഷ് 3 ക്വസ്റ്റ്യൻസ് ശരിയാക്കിയെങ്കിൽ 3 × 3 9 മാർക്ക് കിട്ടി. അപ്പം നമുക്ക് എത്ര ചോദ്യങ്ങൾ യാഷ് ശരിയാക്കിയെന്ന് അറിയില്ല, അതിനാണ് നമ്മൾ എക്സ് എന്ന് എടുത്തിട്ടുള്ളത്. അപ്പം യാഷിന് കിട്ടിയ മാർക്ക് 3 × x ആണ് ശരിയായ ചോദ്യങ്ങൾക്ക്. ഇനി തെറ്റുത്തരത്തിന് 1 മാർക്ക് വെച്ച് കുറക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തെറ്റുത്തരം കണ്ടുപിടിക്കാണ്ട് നമ്മൾ ഇത്രയും ഉത്തരം ശരിയാക്കി മൊത്തം ഇത്രയും സ്കോർ യാഷിനുണ്ട്, അതിൽ നിന്ന് കുറക്കണം ഓരോ മാർക്കും. തെറ്റിപ്പോയ ഉത്തരത്തിന് 1 മാർക്ക് വെച്ച് കുറച്ചു. മൊത്തം തെറ്റിപ്പോയ ചോദ്യങ്ങളുടെ എണ്ണം y എന്ന് പറഞ്ഞാൽ 1 × y, അതായത് y 1 × y. അപ്പോൾ 3x - y = 40 ആണ് ഇക്വേഷൻ നമ്പർ 1. ഇനി സെക്കൻഡ് കണ്ടീഷനിൽ നിന്ന് അവിടെ പറഞ്ഞിട്ടുള്ളത് യാഷിന് ടോട്ടൽ 50 മാർക്ക് കിട്ടിയാനെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 50 ആണ് ഈക്വൽ ടുൻ്റെ അപ്പുറത്ത്. ഇനി ഈ സെയിം എക്സിൻ്റെ വൈയുടെയൊക്കെ സ്ഥാനത്ത് കോഎഫിഷ്യൻസ് മാറ്റിയാൽ മതി. ഇവിടെ എത്രയാണ്, ഒരു ഉത്തരം ശരിയാക്കിയാൽ 4 മാർക്കാണ്. മൊത്തം ഒരു ഉത്തരം ശരിയാക്കിയാൽ 4 മാർക്ക്. മൊത്തം ശരിയാക്കിയ ചോദ്യങ്ങളുടെ എണ്ണം 4x. അപ്പോൾ 4x ആണ് യാഷിന് കിട്ടിയ സ്കോർ. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ 2 മാർക്ക് കുറയും. മൊത്തം യാഷ് തെറ്റിച്ച ചോദ്യങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ y. അപ്പോൾ 2y ഓളം മാർക്ക് കുറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ 4x - 2y = 50, ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വെച്ച് എക്സ് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തു. അപ്പം ഇത്രയും മാർക്ക് യാഷിന് കിട്ടി. അതിൽ നിന്ന് യാഷ് തെറ്റിച്ച ചോദ്യങ്ങളുടെ മാർക്ക് കുറച്ച് എല്ലാം കഴിഞ്ഞ് യാഷിന് കിട്ടിയ മാർക്ക് 50. അതുപോലെ തന്നെ ഇവിടെ എല്ലാം കഴിഞ്ഞ് യാഷിന് കിട്ടിയ മാർക്ക് 40. ഇനി ഈ 2 ഇക്വേഷൻസും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യണം. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട്. ഈ ഇക്വേഷൻ നിങ്ങൾ രണ്ടും ശ്രദ്ധിച്ചാൽ അറിയാം, ഞാൻ ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തില്ല. കോൺസ്റ്റൻസ് അവിടെ തന്നെ ഇട്ടു, റൈറ്റ് സൈഡിൽ ഇട്ടു. ഇക്വേഷന് റൈറ്റ് സൈഡിലാണ് കോൺസ്റ്റൻസ്, ഇവിടെയും റൈറ്റ് സൈഡിലാണ്. അപ്പോൾ നിങ്ങൾ എക്സും വൈയും വേരിയബിൾസ് കൊടുത്തതിന് ശേഷം ഇവിടെ -1 ആണ് കൊടുക്കേണ്ടത്. +1 കൊടുക്കരുത്, -1 കൊടുക്കണം. b1 എന്ന് പറഞ്ഞാൽ വൈയുടെ കോഎഫിഷ്യൻറ്റ് -1, b2 എന്ന് പറഞ്ഞാൽ ഈ വൈയുടെ കോഎഫിഷ്യൻറ്റ് -2, c1 40, c2 50, a1 3, a2 4, അതുപോലെ b1 b2 അതുപോലെ തന്നെ എഴുതി. നമുക്ക് ഫർദർ സ്റ്റെപ്സ് ചെയ്യാം. x by -1 × 50 -50, അതുപോലെ -2 × 40 -80 എഴുതിയിട്ടുണ്ട്. അതുപോലെ y by 40 × 4 160, 50 × 3 -150 = -1 divided by -3 × -2 -6 minus 4 × -1 -4. ഇത് സോൾവ് ചെയ്യുമ്പോൾ x by -50 മൈനസ് ഓഫ് മൈനസ് പോസിറ്റീവ് ആകും. അപ്പോൾ -50 + 80 30 is equal to y by 160 minus 150 10 is equal to -1 divided by -6
നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ -6 + 4 -2. ഇവിടെ നിന്ന് -1/-2 മൈനസും മൈനസും പോയി പോസിറ്റീവായി. ഇനി x/30 = 1/2. അവിടെ നിന്ന് 30 ഇങ്ങോട്ട് പോകുമ്പോൾ 1/2 × 30, അതായത് 30/2. x = 15. അതുപോലെ y/10 = 1/2. 10 അങ്ങോട്ട് പോകുമ്പോൾ y = 10/2, ദാറ്റ് ഈസ് 5. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് കിട്ടി. x 15ഉം y 5ഉം. ഇനി നമ്മൾ എന്തായിരുന്നു ഈ എക്സും വൈയും അസ്യൂം ചെയ്തത്? ലെറ്റ് നമ്പർ ഓഫ് കറക്റ്റ് ആൻസേഴ്സ് ബി എക്സ്, അതായത് x 15. യാഷ് ആ എക്സാമിന് ശരിയാക്കിയ ചോദ്യങ്ങളുടെ എണ്ണമാണ് 15. 15 ചോദ്യങ്ങളാണ് യാഷ് ശരിയാക്കിയത്. അതുപോലെ y കിട്ടിയത് 5. y എന്ന് പറഞ്ഞാൽ ലെറ്റ് നമ്പർ ഓഫ് റോങ് ആൻസേഴ്സ്. യാഷ് ആ എക്സാമിന് തെറ്റിച്ച ചോദ്യങ്ങളുടെ എണ്ണം 5 ചോദ്യങ്ങൾ തെറ്റിച്ചു. അതായത് ഒരു എക്സാമിൽ 15 ചോദ്യങ്ങളെ ശരിയാക്കി, 5 ചോദ്യങ്ങൾ തെറ്റിച്ചു. ഒരെണ്ണം പോലും എഴുതാണ്ട് വിട്ടിട്ടില്ല, അറ്റംപ്റ്റ് ചെയ്യാതിരുന്നിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ മൊത്തം ആ ഒരു ടെസ്റ്റിൽ എത്ര ചോദ്യങ്ങളുണ്ടായിരുന്നു? 15 + 5x + y, അതായത് 20. Therefore, number of questions in that test is 20 questions. Sub-question 4. Places A and B are 100 km apart on a highway. ഞാനിവിടെ ഇതാണ് ആ പറഞ്ഞിട്ടുള്ള 2 പ്ലേസും. ഒരു പ്ലേസസ് എ പിന്നെ ബിയും. ഇവർ രണ്ടുപേരും 100 km അപ്പാർട്ട് ഓൺ ഹൈവേ എന്ന് പറഞ്ഞാൽ ഈ 2 പ്ലേസസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. 100 km ആണ് ഡിസ്റ്റൻസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. 100 km. ഈ 2 പ്ലേസസും തമ്മിലുള്ള ഡിസ്റ്റൻസ് 100 km. Then one car starts from A and another from B at the same time. ഇപ്പോൾ 2 പ്ലേസിൽ നിന്നും 2 കാർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് എയിൽ നിന്നും ബിയിൽ, നമുക്കറിയില്ല ഇപ്പോൾ എയിൽ നിന്ന് ഇങ്ങോട്ടും ബിയിൽ നിന്ന് ഇങ്ങോട്ടും ആണോ സെയിം ഡയറക്ഷനിലാണോ അറിയില്ല. 2 കാർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അത് സ്പീഡ് ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ കാർസ് ട്രാവൽ ഇൻ ദ സെയിം ഡയറക്ഷൻ, അതായത് എയിൽ നിന്ന് ഇങ്ങോട്ട്, അപ്പോൾ ബിയിൽ നിന്നും ഇങ്ങോട്ട് തന്നെ സെയിം ഡയറക്ഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അറ്റ് ഡിഫറെൻറ്റ് സ്പീഡ് ദേ മീറ്റ് ഇൻ 5 hours. 5 മണിക്കൂറിനുള്ളിൽ, അതായത് 5 മണിക്കൂർ കഴിയുമ്പോൾ ഈ 2 കാറുകളും മീറ്റ് ചെയ്യും. അപ്പോൾ ഞാനിതിനെ 2 കേസായിട്ട് പറയണം. ഫസ്റ്റ് കേസിൽ പറഞ്ഞിട്ടുള്ളത് ഇതാണ്. പ്ലേസ് എയിൽ നിന്നൊരു കാർ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ പ്ലേസ് ബിയിൽ നിന്നൊരു കാർ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഈ 2 കാർസും കറക്റ്റ് 5 മണിക്കൂർ കഴിയുമ്പോൾ ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യും. ആ പോയിന്റിനെ ഞാൻ സി എന്ന് വിളിച്ചു. ഈ 2 കാറിൻ്റെയും മീറ്റിംഗ് പോയിന്റാണ് സി. അതായത് എയിൽ നിന്നൊരു കാർ സ്റ്റാർട്ട് ചെയ്യുന്നു, അതുപോലെ ബിയിൽ നിന്ന് ഒരു കാർ സ്റ്റാർട്ട് ചെയ്യുന്നു. 2 കാർസും കറക്റ്റ് 5 മണിക്കൂർ കഴിയുമ്പോൾ, അതായത് ഇവിടെ ടൈമാണ് തന്നിട്ടുള്ളത്, 5 hours കഴിയുമ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിൽ പ്ലേസിൽ മീറ്റ് ചെയ്യും. അടുത്ത കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് ഇഫ് ദ കാർസ് ട്രാവൽ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഇഫ് ദേ ട്രാവൽ ടുവേർഡ്സ് ഈച്ച് അതർ. അതായത് എയിൽ നിന്നൊരു കാറ് ഇങ്ങോട്ടും സ്റ്റാർട്ട് ചെയ്തു, ബിയിൽ നിന്നൊരു കാറ് ഇങ്ങോട്ടും സ്റ്റാർട്ട് ചെയ്താൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടുവേർഡ്സ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ദേ മീറ്റ് ഇൻ 1 hour. 1 hour കൊണ്ട്, അപ്പോൾ ഇവിടുത്തെ ടൈം അവിടെ 5 hours വേണമെങ്കിൽ ഇവിടെ 1 hour കൊണ്ട് ഇതാ ഈ പോയിന്റിൽ മീറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ പോയിന്റിനെ സി എന്ന് വിളിച്ചു. എയിൽ നിന്നുള്ള കാറ് സിയിലും അതുപോലെ ബിയിൽ നിന്നുള്ള കാറ് സിയിലെത്താനും ഈ കേസിൽ 1 hour മതി. സെയിം ഡിസ്റ്റൻസ് ആണ്. അപ്പോഴും എയും ബിയും തമ്മിൽ, 2 പ്ലേസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 100 km തന്നെ. അങ്ങനെയെങ്കിൽ ചോദിച്ചിട്ടുള്ളത് വാട്ട് ആർ ദ സ്പീഡ്സ് ഓഫ് ദ 2 cars. ഈ 2 കാറിൻ്റെയും സ്പീഡ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എപ്പോഴും ചെയ്യുന്നത് പോലെ ഒരു കാറിൻ്റെ സ്പീഡിനെ x km/h രണ്ടാമത്തെ കാറിൻ്റെ സ്പീഡിനെ y km/h എന്ന് എടുക്കാം. അപ്പോൾ ലെറ്റ് ദ
let the speed of car starting from A എന്ന പ്ലേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറിൻ്റെ സ്പീഡ് എക്സ് km/h. ഇവിടെ ഡിസ്റ്റൻസ് കിലോമീറ്ററിലും ടൈം അവറിലുമാണ്, അപ്പോൾ സ്പീഡിൻ്റെ യൂണിറ്റ് km/h. അതുപോലെ Y എന്ന് പറയുന്ന പ്ലേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറിൻ്റെ സ്പീഡ് B എന്ന് പറയുന്ന പ്ലേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറിൻ്റെ സ്പീഡ് y km/h ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഫസ്റ്റ് കണ്ടീഷനിൽ നമ്മളൊരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നിട്ടുള്ളത് നോക്കാം. ഇവിടെ നോക്കിയേ, എ എന്ന് പറയുന്ന പ്ലേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറ് സി എന്ന് പറയുന്ന പോയിന്റിൽ എത്താനുള്ള ഡിസ്റ്റൻസ് AC. മൊത്തം എ എന്ന് പറയുന്ന പ്ലേസിലുള്ള കാറ് സ്റ്റാർട്ട് ചെയ്ത് സി എന്നുള്ള പോയിന്റിൽ എത്തുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് AC. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഫ്രം എ. അതിന് ഞാൻ AC എന്നെടുത്തു. ആക്ച്വലി അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന പ്ലേസിൽ നിന്ന് സിയിലെത്താൻ, സി അല്ലേ മീറ്റിംഗ് പോയിന്റ്, അതുകൊണ്ട് ബി എന്ന് പറയുന്ന പ്ലേസിൽ നിന്ന് കാറ് സ്റ്റാർട്ട് ചെയ്ത് സിയിലെത്താനുള്ള ഡിസ്റ്റൻസ് BC. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഫ്രം ബി എന്ന് പറഞ്ഞാൽ BC. ഇനി നമുക്കറിയാം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈമാണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഫ്രം എ, അതായത് AC. ഈ AC എങ്ങനെയാണ് കിട്ടുന്നത്? എയിൽ നിന്ന് സി വരെ എത്താനുള്ള സ്പീഡ് ഓഫ് ദി കാർ സ്റ്റാർട്ടിങ് ഫ്രം എ നമ്മൾ എടുത്തിട്ടുള്ളത് എക്സ് ഇൻറ്റു ടൈം കൊടുത്തിട്ടുണ്ട്. എ എന്ന് പറയുന്ന പ്ലേസിൽ നിന്ന് സിയിലെത്താൻ 5 hours എടുക്കും എന്നെടുത്തു, അതായത് 5 × x 5x. അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഫ്രം എ എന്ന് പറയുന്ന പ്ലേസിൽ നിന്ന് ഉള്ള ടോട്ടൽ ഡിസ്റ്റൻസ് 5x. അതുപോലെ BC കണ്ടുപിടിക്കാം. BC എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് സിയിലെത്താനുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. സെയിം തന്നെ, സ്പീഡ് എന്താ? ഇവിടെ y ആണ്. Let the speed of the car from B is y into time അപ്പോഴും 5 hours. അപ്പോൾ 5y. ഇവിടെ നമുക്ക് BC 5y കിട്ടി. ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി നമുക്ക് തന്നിട്ടുള്ള ഡിസ്റ്റൻസ് എന്താണ്? എയും ബിയും, പ്ലേസസ് A and B are 100 km apart. അതായത് ഈ രണ്ട് പ്ലേസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 100 km. നമുക്ക് തന്നിട്ടുള്ളത് ആക്ച്വലി AB ആണ്. അത് നമുക്ക് ടോട്ടൽ നോക്കിയേ, ഈ AB-യും BC-യും കൂടി ആഡ് ചെയ്യുന്നതാണ് ഈ ടോട്ടൽ AC. AB + BC ആണ് ടോട്ടൽ AC എന്ന് നമുക്കറിയാം. അതിൽ നിന്ന് നമുക്ക് AB തന്നിട്ടുണ്ട്. AB-യുടെ ഡിസ്റ്റൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് 100 പ്ലസ് BC അറിയാം 5y is equal to AC കണ്ടുപിടിച്ചു 5x. ഈ ഇക്വേഷനെ നമുക്ക് എക്സും വൈയൊക്കെ ഒരു സ്ഥാനത്താക്കി കോൺസ്റ്റന്റ് ടേമിനെ മാത്രം ഈക്വൽ ടുവിൻ്റെ അപ്പുറത്താക്കി കഴിഞ്ഞ് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പോൾ 5x - 5y അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -5y is equal to 100. ഇതെല്ലാം 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. ഇതെല്ലാം ഇക്വേഷൻ കുറച്ചും കൂടി മിനിമൈസ് ചെയ്യാൻ ഈ കംപ്ലീറ്റ് ഇക്വേഷനെ ഡിവൈഡഡ് ബൈ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ x - y is equal to 20 എന്ന് കിട്ടും. ഫസ്റ്റ് കണ്ടീഷനിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇതുപോലെ സെക്കൻഡ് കണ്ടീഷൻ ഉപയോഗിച്ചൊരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് പ്ലേസസ് A and B ഞാൻ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഡിസ്റ്റൻസ് എയും ബിയും തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് അപ്പോഴും 100 തന്നെയാണ്, 100 km തന്നെയാണ്. അപ്പോൾ ഡിസ്റ്റൻസ് എപ്പോഴും 100 km ആണ്. ഇനി ഈ കേസിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദേ ട്രാവൽ ടുവേർഡ്സ് ഈച്ച് അതർ, അതായത് എയിൽ നിന്നൊരു കാർ ഇങ്ങോട്ടും സ്റ്റാർട്ട് ചെയ്തു, ബിയിൽ നിന്നൊരു കാർ ഇങ്ങോട്ടും സ്റ്റാർട്ട് ചെയ്താൽ കറക്റ്റ് 1 hour ആവുമ്പോൾ, അപ്പോൾ ടൈം നേരത്തെ 5 hour ആയിരുന്നെങ്കിൽ ഇവിടെ ടൈം 1 hour ആവുമ്പോൾ ഈ ഒരു പോയിന്റിൽ അത് മീറ്റ് ചെയ്യും. ആ പോയിന്റിനെ ഞാൻ C എന്ന് വിളിച്ചു. സിയിൽ മീറ്റ് ചെയ്യും. ഇതാണ് ഈ കേസ്. അതായത് ടോട്ടൽ, അപ്പോൾ എയിൽ നിന്ന് സിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എപ്പോഴും AC,
ബി ഡിസ്റ്റൻസ് ട്രാവൽഡ് ഫ്രം ബിയിൽ നിന്ന് സിയിലെത്താനുള്ള ഡിസ്റ്റൻസ് ബി സി. ഇനി ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് എ ബി. അപ്പോൾ ടോട്ടൽ എ ബി അറിയാം. അതായത് എ ബി എന്ന് പറഞ്ഞാൽ എ സിയും അതുപോലെ ബി സിയും കൂടി ആഡ് ചെയ്യുന്നതാണ്. എ ബി 100 ആണെന്ന് നമുക്കറിയാം. എയിൽ നിന്ന് ബി വരെ 100. അപ്പോൾ ഇത് 100 കൊടുക്കാം. ഇനി എ സി എത്ര, ബി സി എത്ര എന്ന് കണ്ടുപിടിക്കണം. എ സി കണ്ടുപിടിക്കാനായിട്ട് എ സി എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഫ്രം എ ടു സി. ലെറ്റ് ദിസ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എപ്പോഴും നമ്മൾ എടുക്കേണ്ടത് എക്സ്. അപ്പം എക്സ് ഇൻറ്റു ടൈം 1, അതായത് എക്സ് ഇൻറ്റു 1 എക്സ്. അപ്പോൾ എ സി കിട്ടും എക്സ് കിലോമീറ്റർ. ഇനി അടുത്തത് ബി സി കണ്ടുപിടിക്കാനായിട്ട് ബി സി ഇസ് ഈക്വൽ ടു ബിയിൽ നിന്ന് സിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ബി സി. അതും സ്പീഡ് ഇൻറ്റു ടൈമാണ്. സ്പീഡ് എപ്പോഴും ഇവിടെ വൈ ആണ്. ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറിൻ്റെ സ്പീഡ് നമ്മൾ എടുത്തിട്ടുള്ളത് വൈ ഇൻറ്റു ടൈം 1, വൈ ഇൻറ്റു 1 വൈ. അപ്പോൾ ബി സിയും നമുക്ക് വൈ കിട്ടും. അപ്പോൾ നമുക്ക് എ സിക്ക് പകരം എക്സും കൊടുക്കാം, ബി സിക്ക് പകരം വൈയും കൊടുത്താൽ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 100 ആണ് ഇക്വേഷൻ നമ്പർ 2. ഇനി രണ്ട് ഇക്വേഷൻസും സോൾവ് ചെയ്യാം. ഇക്വേഷൻസ് രണ്ട് ഞാൻ എടുത്ത് എഴുതിയിട്ടുണ്ട്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും എക്സ് വൈ വേരിയബിൾ, ഇവിടെ ഞാൻ 20 കോൺസ്റ്റൻസ് എല്ലാം ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ഇട്ടിട്ടുണ്ട്, ചേഞ്ച് വരുത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ -1 ഇട്ട് കൊടുക്കണം. B1 എന്ന് പറഞ്ഞാൽ -1, B2 +1, C1 C2 20 100, A1 A2 1 1, B1 B2 അത് തന്നെ. അപ്പോൾ എക്സ് ബൈ -1 into 100 -100 minus 1 into 20 20 is equal to y by 20 into 1 20 minus 100 into 1 100 is equal to -1 divided by 1 into 1 1 minus 1 into -1 -1. ഇനി x by -100 minus 20 എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക, നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. -120 is equal to y by 20 minus 100 -80 is equal to -1 divided by 1 minus of minus plus ആവും. അപ്പോൾ 1 plus 1 2. ഇനി ഈ പാർട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എക്സ് ബൈ -120 is equal to -1/2 ഇക്വേറ്റ് ചെയ്യുക. എക്സിനെ ഇവിടെ നിർത്തി ഈ 120നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ പാർട്ട് ഇൻറ്റു -120, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, 120നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 60. അതുപോലെ y പാർട്ടും -1/2ന് ഇക്വേറ്റ് ചെയ്യുക. y by -180 is equal to -1/2 is equal to y അവിടെ നിർത്തി -8നെ ഇങ്ങോട്ട് പോകുമ്പോൾ -1/2 ഇൻറ്റു -80, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 40 കിട്ടും. അപ്പോൾ നമുക്ക് എക്സ് 60യും y 40യും കിട്ടി. ആക്ച്വലി നമ്മൾ എടുത്ത എക്സ് എന്ന് പറഞ്ഞാൽ ലെറ്റ് ദ സ്പീഡ് ഓഫ് ദി കാർ സ്റ്റാർട്ടിങ് ഫ്രം എ എന്ന് പറയുന്ന പ്ലേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറിൻ്റെ സ്പീഡാണ് നമുക്കിപ്പോൾ 20 കിട്ടിയത്. ഇത് നമുക്ക് 60 km/h കിട്ടി. അതുപോലെ ബി എന്ന് പറയുന്ന പ്ലേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറിൻ്റെ സ്പീഡാണ് y എടുത്തത്, y നമുക്ക് 40 കിട്ടി. അപ്പോൾ 40 km/hഉം 60 km/hഉമാണ് കാറിൻ്റെ സ്പീഡ്. സബ് ക്വസ്റ്റ്യൻ 5. The area of a rectangle gets reduced by 9 square units. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 9 സ്ക്വയർ യൂണിറ്റ്സ് ആയിട്ട് കുറയും. എപ്പോഴാണെന്ന് വെച്ചാൽ ഇഫ് ഇറ്റ്സ് ലെങ്ത് ഇസ് റെഡ്യൂസ്ഡ് ബൈ 5, ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് 5 യൂണിറ്റ്സ് കുറയുകയും ബ്രെഡ്ത്ത് 3 യൂണിറ്റ്സ് കൂടുകയും ചെയ്താൽ അതിൻ്റെ ഏരിയക്ക് വരുന്ന മാറ്റം ഏരിയ 9 യൂണിറ്റ്സ് ആയിട്ട് കുറയും. അതുപോലെ തന്നെ ലെങ്ത്തിനും ബ്രെഡ്ത്തിനും വേറെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ 67 യൂണിറ്റ്സ് ആയിട്ട് ഏരിയ കൂടും. അതാണ് സെക്കൻഡ് കണ്ടീഷൻ. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് ദ റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിൻ്റെ ഡയമെൻഷൻസ്, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണെന്ന് കണ്ടുപിടിക്കുക ഈ ഒറിജിനൽ റെക്റ്റാങ്കിളിൻ്റെ. അപ്പോൾ നമുക്ക് ലെറ്റ് ദ ലെങ്ത് ബി എക്സ് എന്ന് എടുക്കാം. അതുപോലെ ബ്രെഡ്ത്തിനെ വൈ എന്ന് എടുക്കാം. അപ്പോൾ ലെങ്ത് എക്സും ബ്രെഡ്ത്ത് വൈയും ആണെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താ?
ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് എക്സ് ഇൻറ്റു വൈ എക്സ് വൈ. ഇതാണ് ഈ ഒറിജിനൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. ഇനി ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം. ഫസ്റ്റ് കണ്ടീഷനിൽ പറഞ്ഞിട്ടുള്ളത് ഏരിയ റെഡ്യൂസ്ഡ് ബൈ 9 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏരിയനെ നമുക്ക് ഇക്വേഷന് റൈറ്റ് സൈഡിൽ ഇടാം. അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് ഏരിയ കിട്ടുന്നത്. അപ്പോൾ ഏരിയ അതായത് എക്സ് വൈ ഇതിൽ നിന്ന് 9 യൂണിറ്റ്സ് കുറയും. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ഇറ്റ്സ് ലെങ്ത് ഇസ് റെഡ്യൂസ്ഡ് ബൈ 5. ലെങ്ത് അതായത് എക്സ് ലെങ്ത് 5 യൂണിറ്റ്സ് കുറയുകയും അതുപോലെ ബ്രെഡ്ത്തിന് ഇൻറ്റു ബ്രെഡ്ത്ത് ഇസ് ഇൻക്രീസ്ഡ് ബൈ 3. ബ്രെഡ്ത്ത് വൈ ആണ്. അപ്പോൾ ബ്രെഡ്ത്ത് 3 മീറ്റർ കൂട്ടുകയും 3 യൂണിറ്റ്സ് കൂട്ടുകയും ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ലെങ്ത്തിൽ നിന്ന് നമ്മൾ 5 യൂണിറ്റ്സ് കുറച്ചു, ബ്രെഡ്ത്ത് നമ്മൾ 3 യൂണിറ്റ്സ് കൂട്ടി. അങ്ങനെ ലെങ്ത്തും ബ്രെഡ്ത്തിനും ചേഞ്ച് വരുത്തി കഴിയുമ്പോൾ ഒറിജിനൽ ഏരിയ എന്ന് പറഞ്ഞാൽ എക്സ് വൈ മൈനസ് 9 ആവും. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു ഏരിയ. ഇതാണ് പുതിയ ഏരിയ. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് ഒരൊറ്റ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു 3 3x, മൈനസ് 5 ഇൻറ്റു വൈ 5y, മൈനസ് 5 ഇൻറ്റു 3 15 ഇസ് ഈക്വൽ ടു ഈ ടേം അങ്ങനെ തന്നെ. ഞാൻ ഈ റൈറ്റ് സൈഡിലുള്ള എക്സ് വൈനെയും 9നെയും ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ റൈറ്റ് സൈഡിൽ 0 മാത്രമായി. ഇനി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എക്സ് വൈ ഇവിടെ നെഗറ്റീവായി, 9 ഇവിടെ നെഗറ്റീവാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ പോസിറ്റീവായി. എക്സ് വൈയും കൂടി മൈനസ് ചെയ്താൽ 0. ബാക്കി 3x അങ്ങനെ തന്നെ ഇറക്കി എഴുതി, മൈനസ് 5y അങ്ങനെ തന്നെ ഇറക്കി എഴുതി, മൈനസ് 15 പ്ലസ് 9 മൈനസ് 6 ഇസ് ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഇതുപോലെ ഇക്വേഷൻ നമ്പർ 2 നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കണ്ടീഷൻ നോക്കുക. കണ്ടീഷനിൽ പറഞ്ഞിട്ടുള്ളത് ഇഫ് വി ഇൻക്രീസ് ദ ലെങ്ത് ബൈ 3 യൂണിറ്റ്സ്, അതായത് ലെങ്ത്തിന് വരാൻ പോകുന്ന ചേഞ്ച്, ലെങ്ത് നമ്മൾ എടുത്തിട്ടുള്ളത് എക്സ് ആണ്, ലെങ്ത്തിന് വരാൻ പോകുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ 3 യൂണിറ്റ്സ് കൂട്ടുകയും അതുപോലെ ആൻഡ് ദ ബ്രെഡ്ത്ത് ഇഫ് വി ഇൻക്രീസ് ദ ബ്രെഡ്ത്ത് ബൈ 2 യൂണിറ്റ്സ്, ബ്രെഡ്ത്ത് അതായത് വൈ അതും 2 യൂണിറ്റ്സ് കൂട്ടിക്കഴിഞ്ഞാൽ ഏരിയയും എന്തായാലും കൂടും. ദ ഏരിയ ഇൻക്രീസസ് ബൈ 67 സ്ക്വയർ യൂണിറ്റ്സ്. ഏരിയ എക്സ് വൈ ആണ്. അപ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് 67. ഇതിനെ നമ്മളൊരു ഇക്വേഷൻ ആക്കുമ്പോൾ നമുക്കറിയാം ഏരിയ കിട്ടുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ലെങ്ത് എക്സ് പ്ലസ് 3 ഇൻറ്റു ബ്രെഡ്ത്ത് വൈ പ്ലസ് 2 ഇസ് ഈക്വൽ ടു ഈ ഏരിയ കിട്ടും എക്സ് വൈ പ്ലസ് 67. ഇതും ഇതുപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു 2 2x, 3 ഇൻറ്റു വൈ 3y, 3 ഇൻറ്റു 2 6. ഈ ടേമിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ മൈനസ് എക്സ് വൈ മൈനസ് 67 ഇസ് ഈക്വൽ ടു 0. അടുത്തത് എക്സ് വൈയും എക്സ് വൈ മൈനസ് എക്സ് വൈ 0, 2x അങ്ങനെ തന്നെ, 3y അങ്ങനെ തന്നെ, 6 മൈനസ് 67 മൈനസ് 61 ഇസ് ഈക്വൽ ടു 0. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് എഴുതി നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്യാം. ഇക്വേഷൻസ് ഇവിടെ എഴുതി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ ചെയ്തു. b1 b2 c1 c2. ഇവിടെ നോക്കിയേ ഇക്വേഷന് റൈറ്റ് സൈഡിൽ 0 ആണ്. ഞാൻ രണ്ട് കോൺസ്റ്റൻസിനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു. റൈറ്റ് സൈഡിൽ 0 ആയതുകൊണ്ട് ഇവിടെ 1 ആണ് ഇട്ടിട്ടുള്ളത്. അതല്ല ഇവിടെ 6ഉം ഇവിടെ 61ഉം ആയിരുന്നുവെങ്കിൽ -1 ഇടണം. അപ്പോൾ ഇവിടെ +1 വരുമ്പോൾ കോൺസ്റ്റൻസ് രണ്ടും നെഗറ്റീവ് വന്നു. ഇവിടെ -1 വന്നാൽ കോൺസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതാണ് വ്യത്യാസം. ബാക്കി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എപ്പോഴും ചെയ്യുന്നത് പോലെ എക്സ് ഡിവൈഡഡ് ബൈ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് 5 ഇൻറ്റു 61 305 മൈനസ് 3 6 ആർ 18 minus 18i is equal to y by negative 12 minus negative 61 into 3 negative 183 is equal to 1 divided by 3 3s are 9 minus 2 into negative 5 10. ഇനി x by ഇത് മൈനസ് ഓഫ് മൈനസ് എന്നാവും. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 323 is equal to y by ഇതും മൈനസ് ഓഫ് മൈനസ് എന്നാവും. അപ്പോൾ 183ൽ നിന്ന് 12 സബ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് പോസിറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുമ്പോൾ 171 is equal to 9 minus of minus പോസിറ്റീവ് ആയി 9 plus 10 90. ഇനി എക്സ് പാർട്ട് ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഈ 3x is equal to 323നെ അങ്ങോട്ട് പോകുമ്പോൾ 1 into 323 323 divided by 90 അതായത് 70. അതുപോലെ
y പാർട്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ y by 171 is equal to 1 by 19, that is equal to y is equal to 171 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 1 into 171 171 divided by 19 ഡിവൈഡ് ചെയ്യുമ്പോൾ 9 കിട്ടും. അപ്പോൾ എക്സും വൈയും കിട്ടി, എക്സ് 17ഉം വൈ വാല്യൂ 9ഉം കിട്ടും. നമ്മളെടുത്തത് ഈ എക്സ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആയിരുന്നു, ഈ ഒറിജിനൽ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ആണ് എക്സ് കിട്ടിയത്, അതായത് 17 യൂണിറ്റ്സ്. അതുപോലെ ബ്രെഡ് 9 യൂണിറ്റ്സ്. ഇവിടെ മീറ്റർ ആണോ സെൻറ്റിമീറ്റർ ആണോ നമുക്ക് അറിയില്ലാത്ത അതുകൊണ്ട് എല്ലാം യൂണിറ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനും യൂണിറ്റ്സ് എന്ന് തന്നെ ഇട്ടാൽ മതി.